വിഷമിച്ചായി വിശദീകരിക്കട്ടെ. നമ്മുടെ വീഡിയോ ഞാൻ പരമാവധി കുറയ്ക്കുന്ന കാരണമാണ് സെക്ഷനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വർഗം ലക്ഷ്യമായിട്ടുള്ള ജീവിതം തന്നെയാണ് നമ്മുടെ, വേറൊരു ചിന്തയില്ല കേട്ടോ. ഇത് മാത്രമാണ് നമ്മുടെ ടോപ്പിക്കും ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ വരാം കേട്ടോ. നമ്മളും സാധാരണക്കാരനാണ്. പരമാവധി എനിക്ക് ഈ കിട്ടിയ അറിവുകൾ അത് ഒരുവിധം 90% കറക്റ്റ് ആണെന്നുള്ള ധാരണയിൽ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം കൂടി ഉൾക്കൊള്ളണം. ചെറിയ പോരായ്മകൾ ഉണ്ടാവാം, പക്ഷെ നമ്മളെപ്പോഴും എന്താ ചെയ്യണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെത്രാൻ ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ 1-2 വാക്കുകൾ ചിലപ്പോൾ സാഹചര്യങ്ങളനുസരിച്ചിട്ട് ചിലപ്പോൾ തെറ്റ് പറ്റാം സംസാരത്തിൽ. ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് തോന്നിയത് പറഞ്ഞെന്ന് വരാം. അപ്പോൾ അതുമ്മ കയറി പിടിച്ച് അത് ഏതാണ്ട് കൊളാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമുള്ളൂ. അത് രാഷ്ട്രീയത്തിലായാലും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ 2-3 വേർഡുകൾ പറയുന്നത് അത് വേറെ രീതിയിലേക്ക് ആക്കി അവരെ അധപതിച്ച് അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ടല്ല നമ്മൾ വളരേണ്ടത്. നമുക്ക് ഒരാളിൽ നിന്ന് ഇപ്പം നല്ല വശം ഉണ്ടാവും, ആ നല്ല വശം അവരുടെ നമ്മൾ എടുക്കുക. അവരുടെ തിന്മകൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, മനസ്സിലാവണ്ട. അപ്പോൾ ഞാനൊരു മോഹൻലാലിൻ്റെ ഒരു ഫാനും കൂടിയാണ്. അപ്പോൾ ഈ പണ്ട് ഞാൻ സിനിമ കാണാറുണ്ട്, ഇപ്പം ഞങ്ങൾ സിനിമയെ കാണാറില്ല. സിനിമ വളരെ ചുരുക്കം. ഞാൻ പറഞ്ഞില്ലേ, ആടുജീവിതമാണ് ഞാൻ കണ്ടത്. ഞാൻ ഫേസ്ബുക്കിൽ കമൻസൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിനെ പറ്റി ഞാൻ ആയതുപോലെ പറയാം എങ്ങനെയൊക്കെയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിന് സുഖങ്ങൾ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇടയ്ക്കിട്ട് പോയി ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ ലേറ്റ് ആയപ്പോൾ നമ്മൾ തോന്നുന്നു ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, നാളെ എത്തിക്കാം. മനസ്സിലായോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങളെ. സംഭവം സാഹചര്യങ്ങളനുസരിച്ച് കലാപരിപാടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യമാണ് ഒരു മനുഷ്യനെ മോശമാക്കണത്. ഈ കൂട്ടുകുടുംബം എനിക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ ഈ കേരളം വിട്ട് പോവാന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ വളരേണ്ട ആൾക്കാരാണ്. ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ ഒരു വീക്ക്നെസ് അല്ല, നമ്മൾ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ പ്രൊഡക്ട്സാണ് നമ്മൾ മേടിച്ചിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുക. ആ കക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു മാസം 4 തീപ്പെട്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10% വരെ ഇന്ത്യയിലത്തെ ആൾക്കാർ യൂസ് ആണെങ്കിൽ കോടികളുടെ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റ് നമ്മളിവിടെ മറ്റുള്ള രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് കൂടെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച്. പക്ഷെ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമ്പന്ന രാഷ്ട്രമാണ്, ലേബർ പവറുള്ളവരാണ്. ഇവിടെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയില്ല, അതുപോലെ കാര്യങ്ങൾ പറയാം. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മുടെ ജനത്തിന്, നമ്മുടെ സമൂഹത്തിന്. നമ്മൾ ഗൾഫിലൊക്കെ പോയി ഞങ്ങൾ പട്ടിരെ പോലെ പണിയെടുത്ത് മറ്റുള്ളവരുടെ താങ്ങി നിന്ന് പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ കാണിച്ചു, നമ്മുടെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ടാണ്. താങ്ങി നിങ്ങാന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. നമ്മൾ അവരോട് ചേർന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പണി തെറിക്കുന്നു. ഞാൻ ജുമാൽമയിൽ സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാറുന്നു. ആ സമയത്ത് അൽഫുട്ടൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ടാർജറ്റ് കൊടുത്തേക്കാം. എൻ്റെ അമ്മോ പറയത് കേൾക്കണം, എന്നും കുറിച്ചാൽ പേടിപ്പിച്ച് മൂത്രം വയ്ക്കുന്ന രീതിയിൽ നിർത്തിക്കണം അവരെ ടാർജറ്റ്. അവിടെ നിന്ന് ഒരു പയ്യൻ വന്നതാണ് ഞങ്ങളുടെ ജുമാൽമയിൽ. ഞാൻ അല്ലാണ്ട് തന്നെ അവിടെ കേട്ടിട്ടുണ്ട് സർവീസ് അഡ്വൈസർ. അത്രയ്ക്ക് പ്രഷറാന്ന് പറയുന്നത് മാനേജേഴ്സ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പ്രഷറാണേ, അവർക്കും ടാർജറ്റ് ഉണ്ട്. അപ്പോൾ ഈ ജുമാൽമയിൽ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. ദൈവം അനുഗ്രഹിച്ച്, തമ്പുരാൻ അനുഗ്രഹിച്ച്, നമ്മളെ തമ്പുരാൻ ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാണ്ടല്ല നമുക്ക് ചിലത്. ഞാൻ കഴിഞ്ഞ പോയിന്റ് ഇപ്പോഴെന്നെ ഓർക്കണം. അതായത് നമ്മൾ എല്ലാവരും മൂന്ന് തമ്പുരാനോട് ആ കാര്യം ചോദിക്കാൻ, ഈ ചോദിക്കാൻ, തമ്പുരാൻ്റെ കുരിശ്, തമ്പുരാനെ നീ തരുന്ന കുരിശൊന്ന് എൻ്റെ തോളിൽ വെക്കാൻ വല്ലവരും പ്രാർത്ഥിക്കാറുണ്ട്?
ആ കുരിശെന്ന് പറഞ്ഞാൽ വെറും കുരിശ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടിൽ നിൽക്കണമെങ്കിൽ വീട്ടിൽ അടക്കള പണി ചെയ്ത് നിൽക്കണമെന്ന്. നമ്മളെ മക്കൾ അവിടെ പോയി നിങ്ങൾ മൊബൈല് അവർ വിളിക്കണം, കൊണ്ടുവരണം, നമ്മളെ പാത്രം കഴുകടി, അത് ചെയ്യടേ. പക്ഷെ ആത്മീയമായിട്ട് നിൽക്കണ ഒരു മക്കളാണെങ്കിലില്ല, അമ്മോട് ചെയ്യും, അമ്മ എന്തൊരു ഞാൻ സഹായം ചെയ്യണ്ടേ, അല്ലെങ്കിൽ മക്കളെ ഭർത്താവാണ് ചെയ്യും, അവൻ്റെ കാര്യങ്ങൾ ചെയ്യും, കുടുംബത്തോടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ മോള് 26, 27, 28 വയസ്സായി, കല്യാണം കഴിയാണ്ട് നിൽക്കുക. അവൾ ആത്മീയമായിട്ട് വളർന്നിട്ടില്ലാന്ന്. അവള് ബൈബിൾ പുതിയ നിയമം 4 ദിവസം വായിച്ചിനി അവൾ ഓടി വന്നിട്ട് പറയും, അമ്മ എനിക്ക് കല്യാണം കഴിക്കുന്നത്, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാന്ന്, ഞാൻ സ്വർഗത്തിലേക്ക് പോയില്ല. തമ്പ്രാനെ കണക്ക് പ്രകാരം നേരത്തെ കല്യാണം കഴിച്ചാലാണ് മക്കളുണ്ടാവുള്ളൂ. ഈ മക്കൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാന്നാണ് കല്യാണം. അത് കഴിഞ്ഞ് പിന്നെ അവർക്കും തലമുറ ജീവിക്കണ്ടേ? ഇങ്ങനെ ജീവിച്ചിങ്ങനെ അവനവൻ്റെ സുഖം സൂചിച്ച് ജീവിക്കണമെന്ന് ആൾക്കാർ. മറ്റുള്ളവർ സഹായിക്കാൻ ഒരു മെൻറ്റാലിറ്റി ഇല്ലാന്നെന്ന്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഞാനത് പുറത്ത് പറയില്ല എന്നുള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ എനിക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ സംഭവം കാശുണ്ടെങ്കിൽ നാട് സുഖമുണ്ട്, സ്വർഗ്ഗമാണ്. സത്യം പറയണമെങ്കിൽ നാടിനെ പോലെ സുഖമില്ല. കാശ് സാധനം കയ്യിലുണ്ടെങ്കിൽ കാലത്ത് എൻ്റെ പള്ളിയിൽ പോയി വന്നു, ചായ കുടിച്ചു, പേപ്പർ നോക്കി, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, ചന്തയിൽ പോയി, അല്ലെങ്കിൽ ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നാട് നല്ല. പക്ഷെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയത് ആരാണ്? വലിയൊരു ചോദ്യമാണ് കേട്ടാ. നമ്മുടെ നാട്ടിൽ ഇത്ര പെരുത്ത് റിസോഴ്സ് ഉണ്ട്. അവിടെ ഗൾഫ് കൺട്രിയിൽ കടലിൽ നിന്നാണ് ഈ വെള്ളം എടുത്തിട്ടാണ് അവർ നമുക്ക് കുടിക്കാൻ തരുന്നത്. അവിടെ ബിസിനസ് ഡെവലപ്പായി, അവിടെ ഇന്ന് കോടീശ്വരന്മാരായി. പക്ഷെ ആ കാശ് കൂടുതലായാലും പ്രശ്നം കേട്ടോ, അത് വേറെ കാശ് കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ മക്കളൊക്കെ ഉണ്ടല്ല, അവർ അറബ്സ് സ്പെഷ്യലി കാശ് കൂടുതൽ ലോക്കൽസ്, അവർക്കൊക്കെ ഒരു ദിവസം ഒരു 2-3 ഫ്ലാറ്റൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. നമ്മുടെ അവിടെ ഒരു 25 സെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ ഫ്ലാറ്റ്, ഒരു ബിൽഡിംഗ് പണിതിട്ട് അതിൽ ഒരു 30-40 ഫ്ലാറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കോടികളാണ് ആസ്തി. ഇന്ന് നമ്മുടെ ഗൾഫിൽ ഇന്നത്തെ പോലെ നമ്മുടെ ഒരു ബിസിനസ് സാമ്രാജ്യ ആയി മാറണി. പുറത്തുനിന്ന് ആൾക്കാർ വന്നു, അവർക്ക് എല്ലാ ഫെസിലിറ്റീസ് കൊടുത്തു, അവർ പൈസ ചിലവാക്കണം ഇവിടെ, അവർക്ക് അടിപൊളിയായിട്ട് പോകണം, അതനുസരിച്ച് ഡെവലപ്പ് ആവണം. അങ്ങനെയാണ് ഡെവലപ്പായത് ഗൾഫ് കൺട്രീസ്. പക്ഷെ അവർ ചൂടുകാലത്ത് അവർ പോകും യൂറോപ്പും മൊറോക്കോ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാം, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെണ്ണുങ്ങളുള്ള സ്ഥലമാണ് മൊറോക്കോ. അതായത് പെണ്ണ് വെള്ളം നശിച്ചു, കുടുംബങ്ങൾ നശിച്ചു ഗൾഫ് കൺട്രിയിൽ. സൗദി അറേബ്യയിൽ ഞാൻ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ ബാറ് തുടങ്ങാൻ പോകണമെന്ന് കേട്ടത്. അവിടുന്ന് അവർ കാലത്ത് ഫ്ലൈറ്റ് കയറി വന്ന് പിറ്റേ ദിവസം കാലത്ത് അവർ തിരിച്ച് എത്തി ദുബായിൽ വന്നിട്ട്. ഇപ്പം എല്ലാ സാധനങ്ങളും സൗകര്യം ഉണ്ടല്ലോ, എന്തിനു പിന്നെ അവിടെയും. മുസ്ലിമുകൾ വേറെ പ്രത്യേകിച്ച് അവർ ഇപ്പോഴും അവരുടെ കുട്ടികളുടെ വീടുകളിലോ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അത് നമ്മുടെ ക്രിസ്ത്യൻസിന് ഇല്ലാണ്ടായി പോയി. നമ്മൾ 1-2 തന്നെ ഏതാണ്ട് സംഭവം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 5 മക്കൾ എനിക്കുണ്ടെങ്കിലും ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും തമ്പുരാൻ കാക്കുന്നുള്ളൊരു ഇതാണ്. മറ്റേ നമ്മൾ ഭ്രൂണഹത്യ പക്ക കൊലപാതകം കേട്ടാ. ഒരാളെ കൊല്ലണ ഇതാണ്. ഒരു പെൺകുട്ടി എടുത്തെറിഞ്ഞു പറഞ്ഞില്ലേ, സെയിം തന്നെ. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നത്തെ കാലത്ത്. ഞാൻ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോ ക്രൈസ്തവ നാശം എന്ന് പറഞ്ഞില്ലേ, ഞാനൊരു വീഡിയോ ചെയ്യണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ക്രിസ്ത്യാനി വംശനാശം സംഭവിച്ചോ എന്നുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒരുപാട് ആത്മീയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ അത് പറഞ്ഞു, നമ്മൾ ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അതിലൊന്ന് ഞാൻ നിങ്ങളോട് പറയണത്, എനിക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ കുരിശ് രൂപം ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് നോക്കി നിൽക്കും ഞാൻ, അത്രയ്ക്ക് ഒരു പ്രേമം സ്നേഹം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം പണ്ട് കേട്ടാണ്, നമ്മുടെ സണ്ണി കാട്ടുകാരൻ ഒരു ബ്രദറുണ്ട്, അദ്ദേഹം ഇപ്പോഴും നല്ല വചന സുശേഷ പ്രഘോഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കുർബാന ചെയ്യുന്ന ടൈമിൽ അപ്പനാണെങ്കിൽ ഭയങ്കര മദ്യപാനൊക്കെ നശിപ്പിച്ചു.
ഒരു ഷർട്ട് പോലും ഇവന് മേടിക്കാനില്ല. എന്നിട്ട് അമ്മ എങ്ങനെയൊക്കെയോ കണ്ട് ഒരു കീറി ഷർട്ട് എവിടെ നിന്ന് കിട്ടിയൊക്കെ തുന്നിപ്പറിച്ച് കൊണ്ട് നിർത്തി. ഇവനും മാനസികമായിട്ട് ഇത്ര ഇന്നത്തെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, അന്നും ഒരുവിധം കുഴപ്പമില്ല. ഒരുവിധം ഞങ്ങളുടെ കാലത്തൊക്കെ ഇതുപോലെ ഹൈ ലെവലല്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കും, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഇവനാണെങ്കിൽ ഭയങ്കര ചമ്മലും ഭയങ്കര ദുഃഖം. ഇവൻ അവിടെ ആയിട്ടാണ് വരുന്നുണ്ട്. ഈ കീറിയ ഡ്രസ്സൊക്കെ തുന്നി കൂട്ടി ആരും അറിയാണ്ട്, എന്നാലും പുറത്തൊക്കെ കാണും കീറിയതൊക്കെ. ഇവൻ അവിടെ എവിടെ നിന്നൊക്കെ കിട്ടി ഇവൻ വന്നു കുർബാനയുടെ ഇടയിൽ ഇവൻ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവൻ നോക്കുമ്പോണ്ടല്ല കർത്താവ് കുരിശിൽ കിടക്കുക, ഷർട്ടുമില്ല ഒന്നുമില്ല, ആകെ ഒരു മുണ്ടുണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്ന് ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം മൂടാൻ മാത്രം. ഇവൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഒരൊറ്റ കയറി അമ്മ തന്നെ തമ്പുരാനാണ് കിടക്കുന്നത്, ഒന്നുമില്ലാണ്ട് ഷർട്ടൊന്നും ഇടാറുണ്ട്. എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഡ്രസ്സ്, കീറിയതാണെങ്കിലും ഞാനിപ്പോൾ ഷർട്ടിങ്ങിലിട്ട് നിൽക്കണ്ടല്ലോ, ഞാൻ ഷർട്ടിങ്ങിലിട്ട് ദൈവം അനുഗ്രഹിച്ച് നിൽക്കണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് നമ്മളെ വിശ്വാസം വളരുള്ളൂട്ടാ. ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ ഇവിടെ വന്ന് ഞാൻ ആദ്യത്തെ 5-6 മാസം എനിക്ക് കുർബാനയിൽ പകുതി നേരം കണ്ണീന്ന് വെള്ളം വരും. അതായത് എനിക്ക് എന്ത് യോഗ്യതയായിട്ട് തമ്പുരാൻ നീ ഇവിടെ കാലത്ത് ഇവിടെ കൊണ്ട് നിർത്തിയത്, നിന്നെ കൈകൂപ്പി പിടിക്കാനായിട്ട് ഒരു യോഗ്യതയില്ലാന്ന്. 5 പിള്ളേർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ഈ ജുമാൽ മജീദ് ഗ്രൂപ്പിൽ നിന്ന്, അവരെന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 60-62 വയസ്സ് ജോലി ചെയ്യാന്ന്. കുറേ കളവന്മാരുണ്ട് അതിൽ. ഞങ്ങളുടെ ജുമാൽ മജീദ് ഗ്രൂപ്പിൽ ഹൈണ്ടായി കിയയുടെ UAE-ലുള്ള അത് അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അത് കമ്പനി. നമ്മൾ പറഞ്ഞു വിടില്ലേ, നമുക്കും അടിപൊളിയായിട്ട് ഉഴപ്പിയും കാര്യങ്ങൾ. പക്ഷെ നമ്മളെന്നാലും നമ്മുടേതായി ഡ്യൂട്ടി ചെയ്തായിരുന്നു. എങ്ങനെ വേണേൽ പ്രശ്നങ്ങളില്ലാന്ന് മനസ്സിലാവണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കോവിഡ് വന്നത്. അപ്പോൾ കോവിഡിന് മുമ്പ് ഞാൻ ഇങ്ങനെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. കോവിഡിന് മുമ്പ് ഞാൻ വൈഫിനോട് പറഞ്ഞു, കോവിഡിന് 1 മാസം വൈഫിനോട് പറഞ്ഞു ഞാൻ ഈ സംഭവം, ഞാൻ നാട്ടിലേക്ക് പോവുക. കുറേ നാളായി നമ്മൾ ഗൾഫിൽ. ഇങ്ങനെ രണ്ടുപേരും പൈസ സമ്പാദിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, ചിലവിന് പരിപാടിയില്ല ഒന്ന്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. നമ്മൾ പൈസ സമ്പാദിക്കും ഞങ്ങൾ. അപ്പോൾ കണ്ടമാനം പൈസ ആയിന്നല്ല. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാം, ഞാനും മക്കളും നാട്ടിൽ പോവാം, നീ ഇവിടെ നിൽക്കുക, ആളെ മണി അടിച്ച് നമ്മൾ പെൺപിള്ള. കുറേയൊക്കെ പറഞ്ഞ് 2 ദിവസം പറഞ്ഞ ആൾ സെറ്റായി. അപ്പോൾ ഒരു കാര്യം ഷെയറിങ് പൊക്കോ, പിള്ളേരൊക്കെ നന്നായിട്ട് അവിടെ പഠിക്കട്ടെ. ഇവിടെ ഇത്തിരി ഉഴപ്പില്ലാണ് ഇവിടെ. അപ്പോൾ ഞാൻ നാട്ടിൽ ഓക്കെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മേനെ വിളിച്ചു ഇങ്ങനെയാണ് വൈഫ് ഇങ്ങനെയാണ് പറഞ്ഞത്, തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പോൾ അമ്മ ഒരു രക്ഷയും സമ്മതിക്കില്ല. അമ്മ പറഞ്ഞു അത് പറ്റില്ല, അവളെ വിട്, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞ കറക്റ്റാണ്, പെണ്ണുങ്ങളാണ് നാട്ടിൽ വരുന്നത്, മക്കളെ നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അമ്മ പറഞ്ഞ 100% കറക്റ്റാണ്. അതോടുകൂടി നമ്മൾ സമാധാനം. 1 മാസം കഴിയില്ല കോവിഡ് വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ക്രൈസിസ് മുന്നുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു ബിസിനസ് കുറവുണ്ട്. കോവിഡ് വന്നോടിയിട്ട് ഒക്കെ 800 ഞങ്ങളുടെ അജ്മാൻ GMC ഹോസ്പിറ്റലിലുള്ള ബ്രാഞ്ചാണ് ക്ലോസ് ചെയ്തു. വർക്ക്ഷോപ്പ് ഷോറൂം അവിടെ ഉണ്ട്. പകുതി ആൾക്കാർക്ക് ഒരുവിധം അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി. കുറച്ച് സീനിയേഴ്സായ ഞങ്ങളെ പോലുള്ളവരൊക്കെ പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെ കാടേനെ വളർത്തണം, കോഴിനെ വളർത്തണം, ആണ് ഭയങ്കര ടെൻഷൻ ആകും. പക്ഷേ അതൊക്കെ തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ നാട്ടിലെത്താനും അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ദൈവവചനം നിങ്ങളോട് 2 വാക്ക് പറയാനും സ്വർഗം എന്തെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും എനിക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു അവസരം ദൈവം 50 വയസ്സായിട്ടും എനിക്കിപ്പോൾ ഒരു 6-7 മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 50 വയസ്സിൽ ഈ 6 മാസം എൻ്റെ ഏറ്റവും വലിയ ജീവിതം തമ്പുരാനെ ശരിക്കും അറിയാനും ആ ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ശക്തി, എത്ര ഇതായാലും ആ തിന്മയ്ക്ക് എതിരെ പൊരുതാനുള്ളൊരു ശക്തി തമ്പുരാൻ എനിക്ക് ഈ ദിവസങ്ങളിൽ തമ്പുരാൻ തന്നു. ഇതിനെ കൊണ്ടുവന്നിട്ട് അനുഗ്രഹം വേണ്ട സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും എനിക്ക് പൊരിക്കുന്നുണ്ട്. ചില ധ്യാനങ്ങൾ കഴിയുമ്പോൾ വിചാരിച്ച് തമ്പുരാൻ എനിക്ക് തന്നെ എടുത്തൂടെ, എന്തിനീ നാട്ടിലിട്ടാണ്. ഞാൻ ഇന്നാൾ വരെ ചോദിച്ചായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്.
എന്നെ വിളിച്ചുകൂടാ പണ്ട് ഞാൻ പറഞ്ഞായിരുന്നു തമ്പുരാനോട്, ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ വരുന്ന യൂട്യൂബിൽ വിടുന്നുണ്ട്, എൻ്റെതായ സാക്ഷ്യം. പക്ഷെ ഞാൻ ആ സമയത്ത് സാക്ഷ്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷിയായിരുന്നു പണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മാറി ഇപ്പോഴാണ് കുറച്ചും കൂടി ആക്റ്റീവായത്. ആത്മീയതയിലേക്ക് വളരാൻ പറ്റിയത് സാഹചര്യം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിൽ വന്ന് ഇങ്ങനെ അത് ഇതൊക്കെ ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാനും തമ്പുരാനെ പറ്റി അറിയാനും കൂടുതൽ. ഇപ്പോൾ ആകെ 10% ഏകദേശം അറിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് തമ്പുരാനെ പറ്റി അറിയാണ്ട്. അപ്പോൾ സാഹചര്യം വലിയൊരു ഘടകമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ കത്തി നിൽക്കണ കരിസ്മാറ്റിക്കിൻ്റെ ടൈമിൽ ഞാൻ തമ്പുരാനെ, നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ തയ്യാറാണ്, നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ തയ്യാറാണ് എന്നൊക്കെ ആ സമയത്തൊക്കെ. ഇപ്പോഴും തമ്പുരാനൊരു കുറവില്ല കേട്ടാ. ഇപ്പോഴും ഞാൻ തമ്പുരാൻ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വരാൻ തയ്യാറാണ്. അതാണ് ചങ്കൂറ്റം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശുവിൻ്റെ രൂപം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് ഞാൻ കുർബാനയ്ക്ക് ഇങ്ങനെ തമ്പുരാൻ്റെ ഇങ്ങനെ മുഖത്ത് നോക്കി നിൽക്കണോ. പക്ഷേ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യേശുവിൻ്റെ മുകളിൽ നിന്ന് ഈ മറ്റേ മുൾക്കിരീടമുണ്ടല്ലോ, ഇതൊരു സൂം ചെയ്ത് പെട്ടെന്ന് എൻ്റെ നെഞ്ചിലേക്ക് കയറണ പോലെ എനിക്ക് തോന്നി ആ സമയത്ത് വീഡിയോ ചെയ്യുന്ന ആ ആഴ്ചയിൽ. എൻ്റെ അമ്മേ, ഞാൻ പെട്ടെന്നൊരു എന്തോ നെഞ്ചിലേക്ക് കയറണ പോലെ. ഞാൻ ഇതുവരെ ഇങ്ങനെ മുൾക്കിരീടത്തിന് മാത്രം ഇങ്ങനെ ആയിട്ട് നോക്കാറില്ല. ഞാനല്ലാത്ത കുരിശിൻ്റെ മെയിനായിട്ട് യേശുവിൻ്റെ രണ്ട് കൈകളുടെ ഇത് ഇവിടെ ഇത് കുത്തിയതും പിന്നെ കാലും പിന്നെ കുന്തം കൊണ്ട് കുത്തിയും ഒരുവിധമൊക്കെ ആ ഏരിയകളെ മുൾക്കിരീടം നോക്കാറുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ എന്താണെന്നറിയില്ല, തമ്പുരാൻ എടുത്ത് ഒറ്റ ഷോക്ക് പോലെ എനിക്ക്. പെട്ടെന്ന് നോക്കി, പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞുകൂടെ ഔസേപ്പ് പിതാവ് ഉണ്ണീശോനെ പിടിച്ചിട്ടുണ്ട്. അതിലൊരു സ്വർണ്ണകിരീടം വെച്ചിട്ട് ഉണ്ണീശോനെ ഞാൻ അങ്ങനെ നോക്കി. അയ്യോ, പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായി നമുക്ക്. പിന്നെ ഞാൻ തിരിഞ്ഞ് തമ്പുരാനോട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് മുൾക്കിരീടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു തമ്പുരാനോട്. പിറ്റേ ദിവസം കാലത്ത് എനിക്ക് പെട്ടെന്ന് അതിശക്തമായിട്ട് അങ്ങനെ ഇത് തോന്നി. ഞാൻ തമ്പുരാനോട് പറഞ്ഞു, നീ മുൾക്കിരീടം അങ്ങോട്ട് അമർത്തി വെച്ചോളാൻ പറഞ്ഞു. ആ അമർത്തി അങ്ങോട്ട് വെച്ചു, നിനക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണെന്ന്. അതിനുള്ള സാഹചര്യം നീ ഒരുക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വരാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും തമാശ പറയും, ഞാൻ വൈഫിനോട്, ചിലപ്പോൾ ഞാൻ പൂട്ടാ, നിങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അതായത് നമ്മൾ തമ്പുരാനായിട്ട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യം, നമ്മൾ സ്വർഗത്തിലേക്ക് പോകാം. അതാണ് ഈ വിശുദ്ധന്മാരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ ജീവിത ചരിത്രം നമ്മൾ അറിയണേ. വെറുതെ പോയി അവിടെ 10 രൂപ 50 രൂപ ഇട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. അവരെന്താ ചെയ്തത്, ആ രീതിയിൽ നമ്മൾ പോവാൻ നമ്മൾ പഠിക്കണമെന്ന്. കർത്താവ് തന്നെ കുരിശ് നമുക്ക് എടുക്കാൻ നമുക്ക് ശക്തി തരും. പക്ഷെ അതെടുത്ത് മുന്നോട്ട് പോയണ്ടല്ല, ഒരു പ്രത്യേക സുഖം, ഒരു പ്രത്യേക ലെവലാ. പണ്ട് ഞാനൊരു ബീർ കഴിച്ചായിരുന്നു, കിങ് ഫിഷർ ബീറാണ് എനിക്ക് ഏറ്റവും താല്പര്യമായിരുന്നു. ഞാൻ മറ്റ് സ്മോളൊക്കെ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. ഞാനത് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ കിങ് ഫിഷ് ബീർ നല്ല തണുത്ത കഴിക്കുള്ളൂ, എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുത്തും കാര്യം. അപ്പോൾ ഈ കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ചിരിക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായിരുന്നു പണ്ട്. തമ്പുരാൻ നല്ലൊരു തട്ട് കിട്ടിയപ്പോൾ ആ പരിപാടി അതോടി അവസാനിപ്പിച്ചു. ചില തമ്പുരാൻ അങ്ങനെയാണ്, ചിലപ്പോൾ സ്നേഹിക്കുന്നവരോ നല്ല കൊട്ടുകൂട്ടും. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആത്മഹത്യ വക്കീലായിരിക്കും. ചിലവരുടെ അനുഭവങ്ങൾ ശാലോമിലും ഗുഡ്നസിലും പറയുന്നത് ആത്മഹത്യ വക്കീലായിരിക്കും. പക്ഷെ ധ്യാനം കൂടിഞ്ഞപ്പോൾ അവരംഗം മാറി, അവർ പുതിയ മനുഷ്യനായി മാറിയെന്ന്. അതെങ്ങനെ പെട്ടെന്ന് അറിയാം നിങ്ങൾക്ക് പുതിയ മനുഷ്യനായി മാറാൻ? അവർക്ക് മനസ്സിലായി, ഞാൻ ജീവിക്കണത് എന്തിനു ജീവിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം വേറെയാണ്, സുവിശേഷവൽക്കരണമാണ്, മറ്റുള്ളവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇതന്നെ എൻ്റെ ജീവിതം മാറി. അവർ മറ്റുള്ളവർ കടണ്ട, അത് ചേട്ടാ ചേട്ടൻ്റെ കാശ് വേണം, ഞാൻ കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്ത് 50 തരാമെന്ന്. അല്ലാണ്ട് ഞാൻ ചത്ത നിങ്ങൾക്ക് പൈസ കിട്ടും. അവർ ദൈവസ്നേഹം കൊണ്ട് നിറയണം, തമ്പുരാൻ അനുഭവിക്കണം. നമുക്കത് വേണ്ട. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രാർത്ഥന എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, എങ്ങനെ ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ പേഴ്സണൽ അനുഭവങ്ങളും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ കറക്റ്റ് നല്ല ഉച്ചവെയിൽ തന്നെ നിൽക്കുന്നത് 12:31. ഞാൻ വീഡിയോ ഈ വീഡിയോ മൊത്തം ചെയ്യുന്നത് ഒരു ദിവസമാണ്. ഇന്ന് എനിക്ക് നേരം കിട്ടിയാലാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ച ഡിലേ ആയെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. അത് എനിക്ക് 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി. എനിക്ക്
നരകത്തെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു. എല്ലാതും അതിൻ്റെതായ പെർഫെക്ഷൻ, എല്ലാതും കറക്റ്റാണ് കാര്യങ്ങൾ. സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം. കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാത്യു നായികപ്പറമ്പൻ അച്ഛൻ നിന്ന് ജീവിക്കുന്ന വിശുദ്ധനാട്ടാ. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിനെ കൊണുന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ കൈയൊക്കെ ഒന്ന് ഷേക്കേണ്ട കൊടുത്ത് ചുംബിച്ചോ, ഒരു അനുഗ്രഹം മേടിച്ചോ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ മാത്യു നായികപ്പറമ്പൻ അച്ഛൻ ആത്മാവ്, കർത്താവ് യേശു ഈ നരകം സ്വർഗം കാണിക്കാൻ, ശുദ്ധീകരണ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയി നിന്ന് ചെറുപ്പത്തിൽ. പിന്നെ പിന്നീടാണ് ഇപ്പോൾ എല്ലാ ഒരുപാട് അച്ഛന്മാർ, അതുമാത്രമല്ല നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ വരുന്നുണ്ട്. അത് കർത്താവായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ കർത്താവ് നമുക്ക് ഫസ്റ്റ് കാണിച്ചിരുന്നത് ഇങ്ങനെയുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് നരകത്തിലും സ്വർഗത്തിലും വിശുദ്ധീകരണ സ്ഥലത്തിലും എങ്ങനെ പോകണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജെയിംസ് മഞ്ഞാക്കലച്ചൻ അദ്ദേഹം അടിപൊളിയായിട്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് ഞാൻ കണ്ടത് ജോസ് മണിയങ്കാട്ടൻ അച്ഛൻ. ആൾക്കൊരു ആക്സിഡൻ്റായി, വലിയ ആക്സിഡൻ്റായി. അവിടെ ഇവിടെ ഒക്കെ റിപ്സ് പോയി, കൈയും കാലും ഒക്കെ പ്രശ്നങ്ങളായി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിനെ വിട്ട് പോവാണ്. ഒരു ഫുട്ബോൾ അടിക്കുന്ന പോലെയാണ് പോകുന്നത് ആത്മാവ്. പിന്നെ ശരീരമായിട്ട് യാതൊരു ബന്ധമില്ലാണ്. ഈ ശരീരം ഒന്നിനും കൊള്ളില്ല കേട്ടാ. നമ്മുടെ ഒരു കാപ്പിയച്ഛൻ ഉണ്ടല്ലോ, കാപ്പിയച്ഛൻ തമാശയൊക്കെ പറയുന്ന അച്ഛൻ, അതേ ഒരു പ്രാവശ്യം കഴിഞ്ഞ ഞാൻ കേട്ടു ആൾ പറയുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, ഈ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അടിപൊളിയായിട്ട് ഗ്ലാമർ വരില്ല. ഏത് ചേട്ടന്മാർ ചെയ്ത് നമ്മുടെ അനിയത്തിമാരും ഇപ്പം കല്യാണം പ്രായമുള്ളവരും അത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നടക്കണവർ മേക്കപ്പ് കിട്ടും. അപ്പോൾ അച്ഛൻ പറയണേ, ഈ അവിടെ ഉള്ള ഈ ഉറുമ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കുക. ഇത്തിരി നാൾ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണ്. ഇത്രയ്ക്കുള്ള നമ്മുടെ ശരീരം, ഈ ആത്മാവ് ഫുട്ബോൾ പോലെ തെറിച്ചു പോയെന്ന് പറഞ്ഞാൽ പിന്നെ ശരീരമായിട്ട് ഒരു ബന്ധമില്ല. ഇത്രയുള്ള ശരീരം ഒന്നിനും കൊള്ളില്ലാത്ത സാധനമാണ് ശരീരം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരണത്തെ പ്രേമിക്കണം, സ്നേഹിക്കണം. അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ആളവിടെ കൊണ്ടുപോയി നരകമൊക്കെ കാണിച്ചു കാണിക്കണം, കത്താന്ന് പറഞ്ഞു, തീ കത്താന്ന് പറഞ്ഞു. പക്ഷെ അവിടെയുള്ള പൈശാചിക ഇതിൽ പെട്ട ആൾക്കാർ, നരകത്തിൽ പെട്ട ആൾക്കാരൊക്കെ വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുന്നവർ അവിടെ ചാവണില്ല. ഇവിടെ നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഐസിയിൽ കിടന്ന് തട്ടിപ്പോയി. പക്ഷെ അവിടെ നിന്ന് സംഭവമില്ല, മരണം. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഒരു കഥ കിട്ടും. 2 പേര് കൂട്ടം നല്ല ഫ്രണ്ട്സാണ്. ആരാണ് ആദ്യം മരിക്കുന്ന ആൾ? മരിക്കുന്ന ആൾ അവിടെ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ ഒരാൾ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ദൈവം അനുവദിക്കാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. ദൈവം അനുവദിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവൻ കൊണ്ടപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആൾ കണ്ടപ്പോൾ അവൻ ആകെ വിചിത്രമായ രീതിയിൽ നരകത്തിൽ നിന്നാണ് വരുന്നത്. 2 പേരും നല്ല രീതിയിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവണ്ട. പാപങ്ങൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വവർഗഭോഗം, ഈ പറഞ്ഞ പോലെ മദ്യം, പെണ്ണും, അത് ബാക്കി എന്തൊക്കെ കള്ളത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പം ഇയാൾ ഇവിടെ ഉള്ള ഭൂമിയിലുള്ളവന് ഇവനെ കാണുമ്പോൾ ഒരു അലർജി പോലെ. എന്നാലും കൂട്ടുകാരനാണല്ലോ, അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഇവൻ ഒന്ന് വേർത്തിട്ടുണ്ട്. ഈ നരകത്തിൽ നിന്ന് ഒന്ന് വേർപ്പൊന്ന് ഇവൻ്റെ മേത്ത് കൊണ്ടുപോകും. ഈ വേർപ്പ് ഇതിൻ്റെ ഉള്ളിൽ പോയി സ്കിന്നിൻ്റെ ഉള്ളിക്കൂടെ പോയി എല്ല് വരെ കണ്ടെന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ചുണ കണ്ടോന്നറിയില്ല. മാങ്ങയുടെ ചുണ വീണാണ് മാങ്ങ പൊട്ടിക്കുമ്പോൾ. അറിഞ്ഞില്ല, അന്ന് വെയിലത്ത് പൊട്ടിക്കാറുന്നു 2 മണിക്കൂർ. അപ്പോൾ അറിഞ്ഞില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചുണ പോലെ ഇങ്ങനെ വീർത്തിക്കണം. ഇത് എല്ല് കണ്ടു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ നരകം.
അപ്പം നമ്മുടെ ഈ മരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടി വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനാണ് പേടിക്കേണ്ടത്. പ്രത്യേകിച്ച് നരകത്തിൽ പോണ ആൾക്കാർ. ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാവില്ല. ശുദ്ധീകരണത്തിൽ സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കുഞ്ഞുണ്ടാവില്ല. ഇനി വേണ്ട തലമുറ ഒട്ടും ഉണ്ടാവില്ല. നമ്മൾ തന്നെ തീരുമാനം എടുക്കണം സ്വർഗത്തിൽ എനിക്ക് പോകണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും കരുക്കൾ നിങ്ങൾ നീക്കണം കേട്ടോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണ്. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റായി. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മളും കുടുംബജീവിതം നയിക്കുന്ന ആളല്ല. ഇനിയും പിള്ളേർക്ക് ചിലവ്, ഇവിടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുക. 10 കൊല്ലം കൂടുമ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ ഇവിടെ സാധനം ഡബിളായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നല്ലേ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? പുറത്തുതന്നെ പോകണം. ഇവിടെ ആകെ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ആകെ ഒരു കിട്ടുന്നത് 15,000 രൂപയാണ് ശമ്പളം. ഇവിടുന്ന് വണ്ടി പോയി പെട്രോൾ അടിക്കാൻ പോലും കാശ് കിട്ടില്ല. എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നു? ഞാൻ ഒരാളെ കണ്ടു ടെക്സ്റ്റൈൽസിൽ 6,000 രൂപ ശമ്പളം കൊടുങ്ങല്ലൂരിൽ വരുന്നു. ഒരാളൊരക്ഷരം ഉണ്ടല്ലോ കേട്ടോ ഇവിടെ. ഇലക്ഷൻ കഴിഞ്ഞോട് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുക. ഒരാളൊരക്ഷരം ഉണ്ടല്ലേ. ഒക്കെ അവനവൻ്റെ പാർട്ടി. അതാണ് എന്ത് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ പാർട്ടിക്ക് വിട്ട് മനുഷ്യരെ നിങ്ങൾ ആ കാണ്. പാർട്ടിക്ക് പിന്നീട് മതിയെന്ന്. പണ്ട് ഞാൻ ഈ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ ഞങ്ങൾ അത്രയ്ക്ക് ഇതായിരുന്നു. വീട്ടിൽ ഒരാൾ മരിച്ച പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. ഒരു എന്താ പറയുക, ഒരു മരിച്ച വീട് പോലെയായിരുന്നു അന്ന് നന്മയുണ്ടായിരുന്നു. ഇന്ന് പാർട്ടിയിൽ എവിടെ നന്മ? വെറും 5% ആൾക്കാരുള്ള പാർട്ടികളുടെ നന്മയായിട്ട് പ്രവർത്തിക്കുന്നവർ. നമ്മുടെ യുവാക്കന്മാരൊക്കെ ആത്മീയമായി നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിൽ വരണം, എല്ലാ മേഖലയിലും വരണമെന്ന്. അല്ലെങ്കിൽ ഒക്കെ നശിച്ചു പോകാനാ പോണേട്ടാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നരകം എന്ന് പറഞ്ഞാൽ ഞാൻ 2 ആഴ്ച ശരിക്കും പല വീഡിയോകളും അതേപോലെ തന്നെ പറയുന്നത്. തമ്പുരാൻ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണിച്ചു കേട്ടാ, എല്ലാം കാണിച്ചു തരും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു, മോൾക്ക് യേശു മോതിരിടാൻ പോണ പോലെ കാണിക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ടു. യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ മോതിരം പിറ്റേ ദിവസം മോതിരം ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് പറയുന്നത് മോതിരത്തിൻ്റെ അവിടെ വീർത്തിരിക്കാന്ന്. അയ്യോ അവളോട് പറഞ്ഞു, അയ്യോ എനിക്ക് ഈ മോതിരം വേണ്ട, ഒന്നും വേണ്ട. തമ്പുരാൻ സാധനം തരണ്ട. ആ സാധനം തരുമ്പോണ്ടല്ലോ ആളുടെ കുരിശ് വഹിക്കാനുള്ള ശക്തി തരാ. ഞാൻ ഇത്ര അനുഭവിച്ചു, ഇതിൻ്റെ ഒരു 5% നിങ്ങൾ അനുഭവിക്കുക. നമ്മളങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടാൻ പറ്റുന്നു. നമ്മൾ ജോലിയും അടുക്കളയിൽ ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ ഒരാത്മാവിന് പ്രാർത്ഥിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൽ വിടാൻ പറ്റുന്നു. പണ്ടത്തെ അമ്മമാർ കൊണ്ടിരുന്നു നമ്മളൊക്കെ മരിച്ച ആൾക്കാർക്ക് ആത്മാക്കൾ നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ആരും സ്വർഗത്തിൽ വിടാണ്ടാവില്ല. നമ്മൾ തന്നെ പ്രയത്നിക്കണം കേട്ടാ. നിങ്ങളോട് സ്നേഹമുള്ളതാണ് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് പല ആൾക്കാർക്കും വിഷമമുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് സ്നേഹമുള്ള കാരണം മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടാ. അല്ലാണ്ട് ഒരാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒരാൾ പോലും നശിച്ചു പോയിരുന്ന ആഗ്രഹമുള്ള കാരണമാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടാ. നരകം ഞാൻ ജീവിതത്തിൽ ഇതുപോലെ എനിക്ക് സാഹചര്യങ്ങൾ കിട്ടണ്ട കാണാനായിട്ടുള്ളത്. ഇപ്പോഴാണ് ഒത്തു വന്നത്. ദൈവം കാണിച്ചത് 2 ആഴ്ച ഇതിനു വേണ്ടി ഞാൻ പല വീടുകളും കണ്ടു. നരകത്തിൽ ചിലവരൊക്കെ നല്ല പറഞ്ഞ് അത്രയ്ക്ക് പേടിയാവും നമുക്ക്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഇത്ര നേരം എന്നെ സഹിച്ച് വീഡിയോ കണ്ടതിനും. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് സമയം തരണം. ഞാൻ ഓൾറെഡി ഇനിയും 2-3 വീഡിയോ ചെയ്യാനുള്ള എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒന്ന് ഫൈനൽ ചെയ്യാനും അതിൻ്റേതായ സമയം എടുക്കും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.